2026 വായനാ ദിന ക്വിസിന് വേണ്ടി തയ്യാറാകാം. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഹു സ്റ്റാർട്ടഡ് ദ ലൈബ്രറി മൂവ്മെൻറ്റ് ഇൻ കേരള? പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ചില ചരിത്ര വസ്തുതകൾ നോക്കാം. 1947 ഗ്രന്ഥശാല സംഘം രജിസ്റ്റർ ചെയ്യുന്നത്. 1949 ജൂലൈയിൽ തിരു-കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നായി ഇതിൻ്റെ പേര്. 1958 കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി. അടുത്ത ചോദ്യം, പി.എൻ. പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് പി.എൻ. പണിക്കർ? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. 1909 മാർച്ച് 1 ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ജനിച്ചു. 1995 ജൂൺ 19 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ്: വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. എന്നു മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? വെൻ ഡിഡ് റീഡിംഗ് ഡേ സ്റ്റാർട്ട് ബീയിങ് സെലിബ്രേറ്റഡ്? ഉത്തരം 1996 ജൂൺ 19. വായനാ വാരമായിട്ട് ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ജൂൺ 25 വരെയാണ്. ഏത് വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം തുടങ്ങിയത്? ഹി സ്റ്റാർട്ടഡ് ദ ലൈബ്രറി മൂവ്മെൻറ്റ് ബൈ സ്റ്റാർട്ടിംഗ് വിച്ച് ലൈബ്രറി? സനാതന ധർമ്മം. പി.എൻ. പണിക്കർ ടീച്ചറായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സനാതന ധർമ്മം ആരംഭിച്ചത്. പി.എൻ. പണിക്കരുടെ ഓർമ്മയ്ക്ക് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഇൻ വിച്ച് ഇയർ വാസ് എ പോസ്റ്റേജ് സ്റ്റാമ്പ് ഇഷ്യൂഡ് ഇൻ മെമ്മറി ഓഫ് പി.എൻ. പണിക്കർ? 2004 ജൂൺ 19 5 രൂപയുടെ ഒരു സ്റ്റാമ്പാണ് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, പി.എൻ. പണിക്കർ ജനിച്ചത് എവിടെയാണ്? വെർ വാസ് പി.എൻ. പണിക്കർ ബോൺ? നീലംപേരൂർ. ആലപ്പുഴ ജില്ലയിലുള്ള നീലംപേരൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? വിച്ച് ഈസ് ദ ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ കേരള ഗവൺമെൻറ്? എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ നാമത്തിലുള്ള പുരസ്കാരമാണ് ഇത്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ഏതാണ്? ഇൻ വിച്ച് ഇയർ വാസ് ദ എഴുത്തച്ഛൻ അവാർഡ് ഫസ്റ്റ് ഗിവൺ? 1993. ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ് 1993 ഇത് കിട്ടിയത്. 2025 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ലാസ്ലോ ക്രാസ്നഹോർഗായ്. ഹംഗേറിയൻ സാഹിത്യകാരനാണ് ഇദ്ദേഹം. 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് എൻ പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ മായാമനുഷ്യർ എന്ന കൃതിക്കാണ് പുരസ്കാരം കിട്ടിയത്. 2025 ജ്ഞാനപീഠം അവാർഡിന് അർഹനായത് വൈരമുത്തു. 2024 ജ്ഞാനപീഠം വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ലഭിച്ചത്. ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? ഏപ്രിൽ 23. വില്യം ഷേക്സ്പിയറുടെ ജനന മരണ ദിവസമാണ് ഏപ്രിൽ 23. അതാണ് ആചരിച്ചു വരുന്നത്.